നിയമന വിവാദങ്ങളിൽ പ്രതികരിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പരാതികൾ എന്താണെന്ന് എഴുതിത്തരാൻ സർവീസ് സംഘടനകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബോർഡ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തെന്നും കെ ജയകുമാർ പ്രതികരിച്ചു. നിർണായക ദേവസ്വം ബോർഡ് യോഗം തലസ്ഥാനത്ത് തുടരുകയാണ്. അതിനകത്ത് കാര്യമുണ്ടോ എന്ന് പരിഹരിച്ചിട്ട് നമ്മൾ ഇറക്കിയ ഓർഡറിനകത്ത് അപാകതകൾ ഉണ്ടായേക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഉണ്ടെങ്കിൽ പരിഹരിക്കും, അതിനല്ലേ എന്ന് ബോർഡ് വെച്ചിരിക്കും. അവരുടെ പരാതികൾ എന്താണെന്ന് എഴുതി തരാനും പറഞ്ഞിട്ടുണ്ട്. വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്ന് പരിഹാരത്തിന് നമ്മൾ ബോർഡ് കൂടുന്നത്. പിന്നെ തീർച്ചയായിട്ടും അതിനകത്ത് അപാകതകളുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ എല്ലാം പരിഹരിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറയല്ല. ഈ നോംസിന് അകത്ത് വിരുദ്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പോസ്റ്റിങ്ങിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. പ്രശാന്ത്, നിർണായകമായ ദേവസ്വം ബോർഡ് യോഗം ചേരുകയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ളൊരു പുനഃപരിശോധനയാണ്. നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ വിഷയത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? രോഹിണി, നിയമന വിവാദങ്ങൾക്കിടയിലാണ് ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേരുന്നത്. ദേവസ്വം ബോർഡ് യോഗത്തിന് മുന്നോടിയായിട്ടാണ് ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത അദ്ദേഹത്തിന് ഇല്ലെന്ന് പറയുമ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഉണ്ടാകും. മാത്രമല്ല, എന്തെങ്കിലും ഈ പരാതികൾ ഈ നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കുകയും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കും എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുണ്ട്. നിയമന വിവാദം വലിയ രീതിയിൽ ഈ ദേവസ്വം ബോർഡിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രണ്ട് വിവാദങ്ങൾ തുടരെ അടുത്ത് തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഏറ്റവും എടുത്തു പറയുന്നത് ഇതിൽ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളികളിൽ ചെമ്പാണെന്ന് എഴുതി ചേർത്തതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനെ AO അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി നിയമിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. അത് എങ്ങനെ വന്നു, ഇത്തരത്തിലൊരു ആരോപണ വിധേയനായിട്ടുള്ള ആ ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമനം എങ്ങനെ സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരു ജാഗ്രത കുറവ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേരുന്നത്. ആ ദേവസ്വം ബോർഡ് യോഗത്തിൽ ഇതെല്ലാം ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1:30 ഈ ദേവസ്വം ബോർഡ് യോഗത്തിന് ശേഷം 1:30 മണിയോട് കൂടി തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ബോർഡ് അംഗങ്ങളുടെ ഒരു മീറ്റിംഗ് കൂടി വിളിച്ചിട്ടുണ്ട്. ആ പത്രസമ്മേളനം കൂടി വിളിച്ചിട്ടുണ്ട്. ആ പത്രസമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പ്രതികരണം കൂടി ഉണ്ടാകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ദേവസ്വം ബോർഡ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് യോഗം ചേരുന്നത്. ആ യോഗത്തിൽ നിരവധി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, അന്വേഷണം മുന്നോട്ട് പോകാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. നിലവിലും ഈ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സമഗ്രമായ ഒരു പരിശോധന, ഒരു വിലയിരുത്തൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണം ഉണ്ടാകുക. രോഹിണി, ശരി. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.